IBPS Probationary Officer Management Trainee Common Recruitment Process 10. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IBPS Probationary Officer എക്സാമിൻ്റെ ഡീറ്റെയിൽസും പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ പാറ്റേണും ഓരോ ഘട്ടത്തിലുള്ള എക്സാമിനും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കും. പ്രിലിമിനറി എക്സാം, മെയിൻസ് എക്സാം, ഇൻ്റർവ്യൂ ഈ 3 ലെവൽസ് ഓഫ് എക്സാമിലേക്കുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെൻറ്റ് ട്രെയിനീസ് നമ്പർ 10. ഇന്ത്യയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെയുള്ള ബാക്കി പബ്ലിക് സെക്ടർ ബാങ്ക്സ് റിമൈനിങ് 11 പബ്ലിക് സെക്ടർ ബാങ്ക്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് IBPS നടത്താറ്. ഇത് 10th റിക്രൂട്ട്മെൻ്റ് ആണ്. IBPS.in എന്ന സൈറ്റിലൂടെ എക്സാമിനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പാർട്ടിസിപ്പേറ്റിംഗ് ഓർഗനൈസേഷൻസ് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ 11 പബ്ലിക് സെക്ടർ ബാങ്ക്സിലേക്കുള്ള എക്സാമാണ്. അപ്ലൈ ചെയ്യുമ്പോൾ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് ദി ഓർഡർ ഓഫ് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഓരോ ബാങ്കിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ആപ്ലിക്കൻറ്റിൻ്റെ ഇഷ്ടാനുസരണം അത് ചെയ്യാവുന്നതാണ്. എല്ലാ ബാങ്കിലും ബേസിക് പേയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിയർലി ദ സെയിം ആയിരിക്കും. മച്ച് ഡിഫറൻസ് ഉണ്ടാവില്ല തമ്മിൽ. പ്രൊബേഷണറി ഓഫീസർ റാങ്കിലേക്കുള്ള എക്സാമിനേഷൻ, അതായത് സെലക്ഷൻ പ്രോസസ്സ് മെയിനായിട്ട് 3 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ, പിന്നീട് ഇൻ്റർവ്യൂ. പ്രിലിമിനറി എക്സാമിനേഷനുള്ള സബ്ജക്ട്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 30 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, റീസണിങ് എബിലിറ്റിയിൽ 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. അങ്ങനെ 100 ക്വസ്റ്റ്യനും 60 മിനിറ്റുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ എക്സാം ആണെങ്കിൽ കൂടി ആക്ച്വലി ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് 20 മിനിറ്റ്സേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇൻ ഇഫക്റ്റ് എക്സാം ടൈം എന്ന് പറയുന്നത് ആ 20 മിനിറ്റ് എന്നുള്ളൊരു ഫ്രെയിമാണ്. ആ 20 മിനിറ്റിനുള്ളിലാണ് 3 സെക്ഷനായിട്ടുള്ള 3 എക്സാംസ് നടക്കുക. അപ്പോൾ വളരെ ചുരുങ്ങിയ ടൈമാണ്. ക്വസ്റ്റ്യനും ഓൾമോസ്റ്റ് നിയർലി ദ സെയിം ആണ്. 20 മിനിറ്റ്സിന് 35 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ലെസ് ദാൻ 1 മിനിറ്റിൽ വീൽ ഹാവ് ടു ഡു ഇറ്റ്. തെറ്റുത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്, ശരി ഉത്തരത്തിന് നെഗറ്റീവ് മാർക്കിന് 0.25 കിട്ടിയ മാർക്കിൽ നിന്ന് കുറയുന്നതാണ്. സെക്ഷണൽ കട്ട് ഓഫുകളും ഓവറോൾ കട്ട് ഓഫും ഉണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിലും ഇൻഡിവിജ്വൽ കട്ട് ഓഫ് കാണും, ഓവറോൾ കട്ട് ഓഫും ക്ലിയർ ചെയ്യണം. ഇത് രണ്ടും ക്ലിയർ ചെയ്താൽ മാത്രമേ മെയിൻസ് എക്സാമിലേക്ക് യു വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ്. അപ്പോൾ പ്രിലിമിനറി എക്സാമിന് യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിനായാലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും റീസണിങ് ആയാലും കൺസെപ്റ്റ് വൈസ് യു ഷുഡ് ബി വെരി തറോ. കൺസെപ്റ്റുകളെല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം. കാരണം ഇതിൽ നമുക്കൊരു പെർട്ടിക്കുലർ ടോപ്പിക്ക് വിടാനില്ല. എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജിലായിരിക്കും ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് ചോദിക്കുക എന്നുള്ളൊരു കാര്യമില്ല. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായാലും ഫില്ലേഴ്സ് ഉണ്ട്, പാരഗ്രാഫ് റീഡിങ്സ് ഉണ്ട്, ജംബിൾഡ് കാര്യങ്ങളെല്ലാം വരും. എല്ലാ ടോപ്പിക്കുകളും ഈക്വലി ഗുഡായിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും അതേപോലെ ഓരോ ടോപ്പിക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആയാലും മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ ആയാലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയാലും ഏത് ടോപ്പിക്കായിരുന്നാലും യു ഷുഡ് ബി ഈക്വലി ഗുഡ്. റീസണിങ് എബിലിറ്റിയിൽ അതേപോലെ പസിൽസ് വരും, ആൽഫാന്യൂമറിക് സീരീസ്, അങ്ങനെയുള്ള ടോപ്പിക്സ് ഉണ്ട്. എല്ലാം ഈക്വലി തറവായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സെക്ഷണൽ കട്ട് ഓഫും ഓവറോൾ കട്ട് ഓഫും മീറ്റ് ചെയ്യാൻ പറ്റും. യൂഷ്വലി പ്രിലിമിനറി എക്സാമിന് വരുന്ന കട്ട് ഓഫ് ഒരു 55 to 60-65 മാക്സിമം ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും. പക്ഷേ ഇത്തവണ വിൽ ഹാവ് ടു എക്സ്പെക്ട് മോർ. ഒരു 70-75 എങ്കിലും ഒരു 70 മിനിമം എക്സ്പെക്ട് ചെയ്ത് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. മെയിൻസ് എക്സാമിനേഷന് 4 സെക്ഷൻസും ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റുമാണ് വരുന്നത്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ടൈറ്റിൽ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നാണെങ്കിലും കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് വളരെ കുറവാണ് ചോദിക്കാറ്. മിക്ക വർഷങ്ങളിലും ചോദിക്കാറേ ഇല്ല. അപ്പോൾ റീസണിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. റീസണിങ്ങിൽ 45 ക്വസ്റ്റ്യൻസ് 60 മാർക്സ് ആൻഡ് 60 മിനിറ്റ്സ് ആണ് വരുന്നത്. അതായത് 60 മിനിറ്റിൽ 45 ക്വസ്റ്റ്യൻ ഉണ്ട്. റീസണിങ് സെക്ഷനിൽ ഒരു 17 to 23 ആ ഒരു റേഞ്ചിലായിരിക്കണം യുവർ അറ്റംപ്റ്റ് ഷുഡ് ബി. പിന്നെ കൂടുതൽ ഫോക്കസ് ക്രിട്ടിക്കൽ റീസണിങ് സെക്ഷൻസിൽ കൊടുക്കാവുന്നതാണ്. ക്രിട്ടിക്കൽ റീസണിങ്ങിൽ പ്രത്യേകിച്ച് കാൽക്കുലേഷൻസോ ചെയ്യേണ്ടതായിട്ടോ ഒന്നുമില്ല. പക്ഷേ അതിനുള്ള വെയിറ്റേജ് കൂടുതലാണ്. മറ്റ് ക്വസ്റ്റ്യൻസിനേക്കാളും വെയിറ്റേജ് കൂടുതലായിരിക്കും ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള ക്രിട്ടിക്കൽ അനാലിസിസിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്. പിന്നീടുള്ളതാണ് ജനറൽ ഇക്കോണമി ആൻഡ് ബാങ്കിങ് അവയർനെസ്. ഈ സെക്ഷനിൽ വിൽ ബി ഹാവിംഗ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് ആൻഡ് 35 മിനിറ്റ്സ്. അപ്പോൾ ഈസിലി ഡൂവബിൾ ആണ്. എക്സാമിന് തൊട്ട് മുമ്പുള്ള 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക, ബാങ്കിങ് അവയർനെസ്സും പഠിക്കുക. അതിൽ നിന്ന് ഈ 40 മാർക്സിൽ ഒരു 25 മാർക്സ് to 30 മാർക്സ് ഈസിലി ഡൂവബിൾ ആണ്, വിച്ച് ഇസ് ഇനഫ്.
അടുത്ത സെക്ഷനാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 35 ക്വസ്റ്റ്യൻസും 40 മാർക്സും 40 മിനിറ്റ്സും ആണ്. ഈ സെക്ഷനിൽ ഒരു അബൌട്ട് 20 യു ഷുഡ് ബി സ്കോറിങ് എനിവേ. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 30 വരെയൊക്കെയാണ് യൂഷ്വലി ഒരു നല്ല സ്കോർ എന്നൊക്കെ പറയാം. വെരി ഗുഡ് സ്കോർ എന്ന് പറയാൻ ഒരു 29-30 ഒക്കെ വെരി ഗുഡ് സ്കോറാണ്. അടുത്ത സെക്ഷനാണ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമുക്ക് മിസ്സിംഗ് DIയും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും. 35 ക്വസ്റ്റ്യൻസ്, 60 മാർക്സും 45 മിനിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പാർട്ടിലായിരിക്കും നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 155 ക്വസ്റ്റ്യൻസ്, 200 മാർക്സും 3 അവർ ഡ്യൂറേഷനിലുമാണ് മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. മെയിൻസ് എക്സാമിനേഷൻ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഷുഡ് ബി മോർ ഓഫ് എ സ്മാർട്ട് വർക്ക് ആയിരിക്കണം. ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഒരുപാട് ചെയ്ത് കൂട്ടുന്നതിലല്ല കാര്യം. ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റണം ആ ഒരു ഇനിഷ്യൽ സ്കാനിങ്ങിൽ തന്നെ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ത്രൂ പ്രാക്ടീസാണ് അത് സംഭവിക്കുക. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് വലിച്ചു വാരി ടൈം ലിമിറ്റ് വെച്ച് ചെയ്യുന്നതിലല്ല, ഈ പിക്കിംഗ് ഔട്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദി ഹോൾ അതിൽ കുറേ കൂടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം മെയിൻസ് എക്സാം വരുമ്പോൾ. റീസണിങ്ങിൽ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ അനാലിസിസ് പോർഷൻ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. DIയിലാകുമ്പോൾ ഇങ്ങനെ പിക്ക് ഔട്ട് ചെയ്യണം. DIക്ക് യൂഷ്വലി ഒരു 2-3 മാർക്സ് ഒക്കെയാണ് കട്ട് ഓഫ് വരാറ്. അപ്പോൾ നമ്മളൊരു 9-10 ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്താൽ മതി. ഫെയർലി ഗുഡായിട്ട് നമുക്ക് കിട്ടുന്ന 45 മിനിറ്റ്സ് ഒരു 10 ക്വസ്റ്റ്യൻ അറിയാവുന്ന ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് മാനേജബിൾ. റീസണിങ്ങിലായാലും അങ്ങനെ തന്നെ സഫിഷ്യൻറ്റ് ടൈം കാണും. അപ്പോൾ ആക്ച്വലി സ്മാർട്ടായിട്ട് പിക്ക് ചെയ്ത് കറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പറ്റുന്ന ക്വസ്റ്റ്യനും പറ്റാത്ത ക്വസ്റ്റ്യനും തമ്മിൽ തിരിച്ചറിയുകയും കറക്റ്റ് പിക്ക് ഔട്ട് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസിലി നമുക്ക് മെയിൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ആവറേജ് ലെവലിലുള്ള ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ മെയിൻസ് എക്സാം. പക്ഷെ അണ്ടർ ഇൻവേർട്ടഡ് കോമാസ് ഇതാണ് കാര്യം. എക്സാം അറ്റൻഡ് ചെയ്യുന്നത് വെരി സ്മാർട്ടായിട്ടായിരിക്കണം. റാദർ ദാൻ വലിച്ചു വാരി എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക എന്നുള്ളതല്ല കാര്യം. പിക്ക് ഔട്ട് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൽ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്ത് ആൻസേഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ 3 മണിക്കൂറുള്ള ഈ 4 സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതായിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ ആണ് വരുന്നത്. 2 ക്വസ്റ്റ്യൻ, 25 മാർക്കാണ്, 30 മിനിറ്റ് ടൈം. ആ 2 ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്. കീബോർഡ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യുകയായിരിക്കും വേണ്ടത്. അത് പക്ഷേ ഈസിലി ഡൂവബിൾ ആണ്. 30 മിനിറ്റ് കൊണ്ട് ഒരു എസ്സേയും ലെറ്ററും ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിലിംസ് എക്സാമിന് കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് വിത്തിൻ എ ലിമിറ്റഡ് ടൈം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണം. ആ ഒരു സ്പീഡും കൂടെ പ്രിലിംസ് എക്സാമിന് വേണം. മെയിൻസ് എക്സാം വരുമ്പം സ്പീഡിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല, പക്ഷേ ചൂസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻസ് എക്സാമിൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ അതിന് നമുക്ക് ഏത് ടോപ്പിക്സാണ് നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഇതെന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺക്ലൂഷനിൽ എത്താൻ പറ്റണം. എന്നാൽ മാത്രമേ മെയിൻസ് എക്സാം കയറി പറ്റൂ. ജനറൽ അവയർനെസ് ഈസിലി ഡൂവബിൾ ആണ്. ഇംഗ്ലീഷും ടു ആൻ എക്സ്റ്റെൻറ്റ് 20 മാർക്സ് ടു 25 മാർക്സ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ വളരെ ചൂസി ആയിട്ടൊരു 9-10 ക്വസ്റ്റ്യൻസ് മാത്രം ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുക. റീസണിങ് പാർട്ടിൽ ഒരു 17 to 20, 23 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ചെയ്യുക. ഇത്രയും മീറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി മെയിൻസ് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇൻ്റർവ്യൂ പാർട്ട്. ഇൻ്റർവ്യൂവിന് 100 മാർക്സിലാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ജനറൽ കാറ്റഗറിക്ക് 40% മാൻഡേറ്ററി കട്ട് ഓഫ് ആയിട്ട് വരും. OBC SC/ST കാറ്റഗറിക്ക് 35% മാർക്സും ആയിരിക്കും. ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് IBPSഉം ഒരു നോഡൽ ബാങ്കും മറ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്സും കൂടെ ചേർന്നായിരിക്കും. നമുക്ക് കേരളത്തിൽ പൊതുവെ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിനടുത്തുള്ള കാനറ ബാങ്ക് ഓഫീസിൽ വെച്ചായിരിക്കും ഇൻ്റർവ്യൂ നടക്കാറ്. ഇൻ്റർവ്യൂവും മെയിൻസ് എക്സാമും തമ്മിലുള്ള വെയിറ്റേജ് മെയിൻസ് ടു ഇൻ്റർവ്യൂ 80:20 റേഷ്യോയിലായിരിക്കും. കിട്ടുന്ന മാർക്സിനെ കമ്പൈൻ ചെയ്ത് ഔട്ട് ഓഫ് 100 ഫൈനൽ മാർക്ക് ഇഷ്യൂ ചെയ്യുകയും റാങ്ക് ലിസ്റ്റ് ഫെർദർ പ്രൊവൈഡ് ചെയ്യുകയായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഫെർദർ സ്റ്റേ ട്യൂൺഡ്. എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയും കൂടുതൽ ടിപ്സുമായിട്ട് വിൽ ബി ഗെറ്റിംഗ് ബാക്ക് ടു യു. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ദം ടു. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.